ഈ കോൺഗ്രസിന്റെ ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു, ഓണം മൂഡ് എന്തായിരുന്നു അതിന്റെ പേര്, ഓണം വൈബ്. അതെ അതെ, അങ്ങനെ എന്തോ അതിന്റെ പേര്. അപ്പൊ അതില് ഈ ഷാഫി പറമ്പിലൊക്കെ പങ്കെടുത്തിരുന്നു. അതില് ഒരു ദൃശ്യം ഇപ്പൊ വൈറലായിരിക്കുകയാണ്. അതായത് ഷാഫി പറമ്പിൽ ഇരിക്കുന്നിടത്ത് ഒരു സ്ത്രീ വന്നിരിക്കുന്നു, അല്ലെ, ഷാഫി പറമ്പിൽ ഒരു സ്ത്രീയുടെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ ഷാഫി പറമ്പിൽ വന്നിരിക്കുന്നതും അവർ എഴുന്നേറ്റ് അവിടുന്ന് അവിടുന്ന് പായാണ്, അവിടുന്ന് പാഞ്ഞ് മറ്റൊരു സിറ്റി പോയിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ക്ലിപ്പ് വൈറലായി. ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ഷാഫി പറമ്പിലിനെയും പേടിയാണ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ്. അതെ, ഇതെന്താണ് ഈ ക്ലിപ്പിന്റെ ഒരു സത്യാവസ്ഥ നമുക്ക് എനിക്ക് തോന്നുന്നു അത് ഈ സൈബർ സഹാക്കൾ ഇട്ട് പരത്തുന്നത് ഒരു ഇതായിരിക്കും. കാരണം മുതിർന്ന നേതാക്കളെയും അടക്കം, കാരണം ഈ ഷാഫി പറമ്പിലിനെതിരെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നത്. ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടം തമ്മിൽ മറ്റ് പല ബന്ധങ്ങളും ഉണ്ടെന്നൊക്കെയാണ് ഈ ഒരു എന്താ രാജൻ ജോസഫ് ഇരുന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടത്. സത്യമാണോന്നറിയില്ല, അദ്ദേഹം ഇനി കണ്ടിട്ടാണോ പറയുന്നതെന്നും എനിക്കറിയില്ല. ഇവര് തമ്മിൽ എന്തോ അതിനൊരു വാക്കൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം വെച്ചിട്ടൊരു വാക്കൊക്കെ, അതൊക്കെ പറയാൻ പറ്റുമെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ വാക്ക് പറയുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതെനിക്കറിഞ്ഞൂടാ, ഇദ്ദേഹം ഇരുന്ന് പറയുന്നത്. അപ്പൊ നമുക്കതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, രാഹുൽ മാങ്കൂട്ട പീഡന വീരനാണ്, പ്രലോഭിപ്പിച്ച് സെക്സ് ചെയ്യിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് സമയമില്ല, സെക്സ് ചെയ്യാൻ സമയമുള്ള മനുഷ്യന് കല്യാണം കഴിക്കാൻ സമയമില്ല, കുട്ടികൾ ഉണ്ടാക്കാൻ സമയമുള്ള മനുഷ്യന് അതിനെ വളർത്താൻ സമയമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺഗ്രസിലുള്ള നേതാക്കന്മാരെല്ലാം പെണ്ണുപിടിയന്മാരാണ് എന്നുള്ള പൊതുവേ ഉള്ള ഒരു ധാരണ ആളുകൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷാഫി, ഈ സ്ത്രീ ആ സീറ്റിൽ ഇരിക്കുന്നു, തൊട്ടടുത്ത് ഷാഫി വന്നിരിക്കുന്നു. ഷാഫിയെ കണ്ടത് ഈ സ്ത്രീ എണീച്ചൊരൊറ്റ ഓടിയിട്ട് പുറകി വന്ന് നിൽക്കുന്നു. അപ്പൊ ഷാഫി ചമ്മി നിൽക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാം. ആ വീഡിയോ നമുക്ക് ഇവിടെ കാണിക്കാം, ആ വീഡിയോയിൽ കാണാം. എന്നിട്ട് വേറൊരാളെ വിളിച്ചിട്ട് ഇവിടെ വന്ന് ഇരി എന്ന് പറയുന്നുണ്ട്. കാരണം നാണക്കേടല്ലേ, എന്നെ കണ്ടുകൊണ്ട് ഇവർ ഒഴിച്ചു പോയതിന് നാളെ പ്രചരിപ്പിക്കുമല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ്, ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല സംഭവിച്ചത്. വല്ല മുതിർന്ന നേതാക്കളെ കണ്ടപ്പോ ആ സ്ത്രീ എണീച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ താൻ ഫ്രണ്ടിലോട്ടല്ല ബാക്കിലോട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് അവർ ഇറങ്ങിപ്പോയതും ആയിരിക്കാം. പക്ഷെ അതെന്തോ ആവട്ടെ, പക്ഷെ ഇത് പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഷാഫിക്ക് പീഡിപ്പിക്കാൻ പറ്റില്ലല്ലോ. അല്ല, പീഡിപ്പിക്കാൻ പറ്റില്ല. ഷാഫി അങ്ങനെ പീഡന വീരനാണെന്ന് ഒരിടവും കേട്ടിട്ടുമില്ല. ഞാൻ പറയുന്നത് ഈ സൈബർ സഹാക്കളോടാണ് ഞാൻ പറയുന്നത്. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്തായാലും ആ സ്ത്രീയെ പീഡിപ്പിക്കാൻ ഷാഫിക്ക് പറ്റില്ല. അപ്പൊ പിന്നെ അത് പേടിച്ചാണ് ഓടി എന്നുള്ള ഇത്. പിന്നെ തീവ്രത കുറഞ്ഞുള്ള പീഡനം കോൺഗ്രസിന് വശമില്ല. അല്ല, അത് അളക്കാനുള്ള മിഷൻ ശ്രീമതി ടീച്ചറിന്റെ കയ്യിലേ ഉള്ളൂ. തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കൂടിയ പീഡനം അളക്കാനുള്ള മിഷൻ ശ്രീമതി ടീച്ചറിന്റെ കയ്യിലേ ഉള്ളൂ. അപ്പൊ ശ്രീമതി ടീച്ചർ ഇപ്പൊ അളന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം എങ്ങനെയാണ് എന്നുള്ളത്. അത് തീവ്രത കൂടിയതെന്നാണ് ശ്രീമതി ടീച്ചറിന്റെ കണ്ടെത്തല്. അതുകൊണ്ട് സ്ത്രീകൾക്ക് സംരക്ഷണം വേണം. സഹാക്കന്മാരെ അടുത്ത് നിന്ന് സംരക്ഷണം കിട്ടിയാൽ മതി. കോൺഗ്രസിൽ ഇവനെ പോലുള്ള 5-6 ഞരമ്പ് രോഗികളുണ്ട്. അത് പിന്നെ എന്താ പറയുക, എന്താ ഈ ജനിച്ചപ്പോഴേ മറ്റേ ഞരമ്പിലോടുന്നത് ഇങ്ങനത്തെ അതൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാ പാർട്ടിയിലും, ഇപ്പൊ രേവണ്ണ എന്ന് പറഞ്ഞ BJP-യിലെ ഒരാളുണ്ടല്ലോ ജയിലിൽ കിടക്കും. അതിപ്പോ അത് നമ്മൾ എന്താ പറയാ, ഈ പറയുന്ന ഈ ഐഷ എന്ന് പറഞ്ഞ കുട്ടി മറ്റേ അമ്പലത്തിനുള്ളില് പിടിപ്പിച്ചു. അപ്പൊ അതിനു ശേഷം ഈ ബലാൽ സംഘി എന്ന് പറഞ്ഞ സംഘികളെല്ലാം കൂടെ, അതായത് ഈ BJP-ക്കാരെല്ലാം ബലാൽ സംഘത്തിന്റെ ആൾക്കാരാണ്, അങ്ങനെ ഒരു ചാപ്പകുത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഈ എല്ലാത്തിലും ഇതുപോലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ പുഴുക്കുത്തുകൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു പാർട്ടിയെ തന്നെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റില്ല. ഇപ്പൊ കരുണാകരനെ പറ്റി അല്ലെങ്കിൽ AK ആന്റണിയെ പറ്റി ഇത്തരം വാർത്തകൾ കേട്ടില്ല. അവരൊക്കെ ഈ പറയുന്ന ചാനൽ ഈ എന്താ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരായിരുന്നു. അവർക്ക് അവരുടെ അഴിമതി ഇതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ഇതും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ സ്ത്രീ വിഷയത്തിൽ അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഉള്ളൊരു പാർട്ടിയാണ്. അപ്പൊ ഈ പാർട്ടി ഇങ്ങനെ ഒരു CPM ആണെങ്കിലും അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം ഇപ്പൊ AKG ആണെങ്കിലും ആരാണെങ്കിലും ഈ പാർട്ടി ഒരു 2-3 പേരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയെ പറയുന്നത് എനിക്ക് യോജിപ്പില്ല, വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുന്നത്. അതെ, അത്ര തന്നെയാണ്. ഈ നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ ഒരാളെ കുറിച്ച് പിന്നെ ഈ പറയുന്നവന്മാർക്ക് എന്ത് യോഗ്യത. അതെ, ഈ ഇപ്പോ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തും തമ്മിൽ വേറെ പിന്നെ എന്തോ ബന്ധമുണ്ട്. ഈ ഹോമോ സെക്ഷൽ എന്നൊക്കെ കുറിച്ച് ഞാൻ വലിയ രീതിയിൽ കേട്ടിട്ടില്ല. അത് ഈ ആളുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശേഷം കേൾക്കുന്ന കാര്യങ്ങളാണ്. അത് എന്തിന്റെ ഒന്നാമത്തെ കാര്യം, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അറിയാവുന്നത്?
അതെ, അങ്ങനെ അപ്പൊ അത്തരത്തിൽ ആളുകൾക്കിടയിലേക്ക് പോകുമ്പോ ഇപ്പൊ ആ വാർത്ത കാണുന്ന കുട്ടി 15-16 വയസ്സായുള്ള ആമ്പിള്ളേരുമാണ്, പെൺകുട്ടികൾ കാണും. അപ്പൊ അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു പാർട്ടിയെ കുറിച്ചുള്ള ഒരു അവമതി. ഇപ്പൊ നമ്മള് മാധ്യമപ്രവർത്തകരായിട്ട് നമ്മൾ ചിന്തിക്കും ആ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം പ്രശ്നമാണ്, അതിൽ പാർട്ടി പറഞ്ഞിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് പിടിക്കാൻ പോയത്, പാർട്ടി പറഞ്ഞിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭാലസിപ്പിക്കാൻ പോയത്, 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ വെറുതെ വിട്ടിട്ടില്ലാത്തവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. ശരി, അത് പാർട്ടി പറഞ്ഞിട്ടല്ല പോയത്. പാർട്ടിക്ക് ഒരുപക്ഷെ പരാതി കിട്ടിക്കാണും, പാർട്ടി പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ കഴപ്പ് മൂത്ത് കിടക്കുന്നവന്മാരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവന്മാരത് ചെയ്യാൻ പോകും, അത് ഉറപ്പാണ്. നടപടി പാർട്ടിയുടെ ഭാഗത്തുള്ള തെറ്റെന്ന് പറയുന്നത് പാർട്ടി നടപടി എടുത്തില്ല എന്നുള്ളത്. അതെ, നടപടി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പി കെ ശശി അല്ലേ, പി കെ ശശിയുടെ ആ ഒരു കേസിൽ എന്ത് നടപടി എടുത്തത്? തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന്. അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഐസ്ക്രീം പാർലർ കേസ് അറിയില്ലേ? ആ പെൺകുട്ടി പരസ്യമായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്, എന്നിട്ട് പോലും അത് ഒതുക്കി തീർത്തത് ഇതാക്കി എന്നൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്. അപ്പോ ഇത്തരം പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒരു പാർട്ടിയെയും അതില് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാം, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് ഷാഫി എന്ന് പറഞ്ഞതുകൊണ്ട് ഷാഫിയും പെണ്ണുപിടി വീരനാണ് എന്നൊക്കെ പറയുന്നതിനോട്, അല്ലെങ്കിൽ ഷാഫിയും ഇത്തരത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനോട്, അതൊക്കെ ശുദ്ധ ചെറ്റത്തരം, വൃത്തികേട്, ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരിരുന്ന് ചെയ്യുന്ന വേല എന്നേ പറയാൻ പറ്റുള്ളൂ. സത്യം, അത് അങ്ങനെ പറയാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഇപ്പോ നമ്മളൊരു തെറ്റ് ചെയ്ത വളർത്തു ദോഷം എന്ന് പറയും. നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ അച്ഛനമ്മമാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെ? നമ്മൾ പ്രായപൂർത്തി ആകുന്നതിന് മുന്നേ നമ്മളൊരു തെറ്റ് ചെയ്താൽ ശരി, അത് വളർത്തു ദോഷം. പ്രായപൂർത്തി ആയതിനു ശേഷം നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് തന്തയും നാളെ ഉണ്ടാക്കി കളഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലിരിക്കുന്നവരെ തെറി പറഞ്ഞിട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയെ തെറി പറഞ്ഞിട്ടോ, അച്ഛനെ തെറി പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കൂടെയുള്ള സുഹൃത്തുക്കളെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാർട്ടിയിലുള്ള ആളാണ് ചാണ്ടി ഉമ്മൻ. എത്ര നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട്. അവരാരും പെണ്ണ് പിടിക്കാൻ VT ബൽറാം VT ബൽറാമിനെ മറ്റേ ബീഡി കഥയൊക്കെ കത്തുന്നുണ്ടെങ്കിൽ പോലും VT ബൽറാമിനെ കുറിച്ചൊന്നും ഇത്രയും വിഷ്ണുനാഥ്, ശബരിനാഥ്, ഇവരെ കുറിച്ച് ഇവരൊക്കെ പാർട്ടിയിലുള്ള നേതാക്കന്മാർ തന്നെയാണ്. CPM ഈ സഖാക്കന്മാർക്ക്, സൈബർ സഖാക്കന്മാർക്ക് ഇതിനെപ്പറ്റി ശബ്ദിക്കാൻ യോഗ്യതയില്ല. കാരണം ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ദേശാഭിമാനിയുടെ ഒരു മുതിർന്ന ഒരു പഴയ എഡിറ്റർ, അദ്ദേഹം ഒരു എന്താ പറയാ പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ പറ്റി ബേസ്ലെസ് ആയിട്ടൊരു വാർത്ത ചെയ്യേണ്ടി വന്നു. എന്താണ്, ഉമ്മൻചാണ്ടിക്ക് ഈ സരിതയുമായി ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ വാർത്ത എഴുതേണ്ടി വന്നു, അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് അന്ന് പുറത്തു വന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അദ്ദേഹം കുറ്റബോധം കാരണമാണ് അത് തുറന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച ഒരു പാർട്ടിക്കാരന്മാരാണ് ഇവന്മാര്. അപ്പൊ ഇവന്മാർക്ക് ഇത് പറയാനുള്ള ഒരു യോഗ്യതയില്ല. അല്ല, ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു ഞാനൊരു വാർത്ത കണ്ടത്, പാർട്ടി പരിപാടിക്കെന്ന് പറഞ്ഞൊരു സ്ത്രീയെ, CPM-ലെ ഒരു സ്ത്രീയെ കാർ കയറ്റി കൊണ്ടുപോയിട്ട് കാറിന്റെ അകത്തിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആരൊക്കെ ചോദിക്കുന്നുണ്ട്, പാർട്ടി യോഗം എന്നും പറഞ്ഞ് വിളിച്ചപ്പോ ഈ സ്ത്രീ എന്തിനാ കയറി പോയതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സഹാക്കന്മാരുടെ പാർട്ടിയിലുള്ളവന്മാരാണ് ഓരോ ദിവസവും ഇരുന്ന് അങ്ങോട്ട് അടുത്ത വെടി ഞങ്ങൾ പൊട്ടിക്കാൻ സമയമായി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത വെടി. ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പണ്ട് RSS ആണെങ്കിലും DYFI ആണെങ്കിലും പണ്ട് പറയുമായിരുന്നു നിനക്കൊരു ചിട്ടയൊന്നുമില്ല. അതായത് ആൺപിള്ളേരാണെങ്കിലും ഒക്കെ ചിട്ട വരുത്താനായിട്ട് ഇവർ DYFIയിലും RSSലും കൊണ്ട് ചേർക്കാറുണ്ട്. കാരണം അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് അവരുടെ ഡിസിപ്ലിൻ, ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്ന രീതി, ലഹരി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു പണ്ട് DYFIക്കും RSSനുണ്ട്. RSS ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരു RSS വളരെ അപൂർവമായിട്ട് ഒരു RSSകാരനെ എവിടെയെങ്കിലും ഓടയിൽ കുടിച്ചിട്ട് കിടക്കുന്നതൊക്കെ. പക്ഷെ ഇത്തരത്തിൽ കുടിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്ന DYFIക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കാരണം അതിന് അടിസ്ഥാനപരമായിട്ട് പണ്ടുണ്ടായിരുന്ന ഒരു ചിട്ട ഇപ്പൊ കേഡർ തലത്തിൽ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതല്ല, ഇപ്പൊ ലഹരി അവിടെ വ്യാപകമായിട്ട് വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടുണ്ടാവുന്നതാണ് ഈ ഇങ്ങനെയുള്ള പിന്നെ കോൺഗ്രസിനും ഇങ്ങനെ ചിട്ട ഡിസിപ്ലിൻ ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ്. ഇത്തരത്തിലുള്ള ഇതൊക്കെ സാധ്യമാവുന്ന ഒരു കാര്യമാണ്.